നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. യഥാ ഭാവം ന കുരുതേ സർവഭൂതേഷു പാപകം. രാജാവായ ജനകൻ ശുകനോട് പറയാണ്, ഇത് ശുകന് വേണ്ടി മാത്രം കൊടുത്ത ഉപദേശമല്ല. ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഈ ലോകത്തിലുള്ള സമസ്ത ജീവരാശിക്കും വേണ്ടിയിട്ട് വ്യാസഭഗവാൻ പകർന്നു തന്നിരിക്കുന്ന ജനകൻ്റെ ഉപദേശമാണ്. എപ്പോഴാണോ ഒരു വ്യക്തി ഈ ലോകത്തിലുള്ള ഒരു ജീവിയോടും ദ്വേഷം ഹൃദയത്തിൽ വച്ച് പുലർത്താത്തത്, ഒരു ജീവിയെക്കുറിച്ചും തെറ്റായിട്ടൊരു വിചാരം മനസ്സിൽ വെച്ച് പുലർത്താത്തത്, ആ മനുഷ്യൻ 100 അപരാധങ്ങൾ ചെയ്ത ആളാണെങ്കിൽ പോലും, 100 ഉപദ്രവങ്ങൾ ചെയ്ത ആളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ മൃഗം 100 ഉപദ്രവങ്ങൾ ചെയ്തതാണെങ്കിൽ പോലും, ആരാണോ അങ്ങനെ ആരിലും ഒരു പ്രകാരത്തിലും തെറ്റായൊരു ചിന്ത, പാപമയമായ ചിന്ത വച്ച് പുലർത്താത്തത്, എങ്ങനെ കർമ്മണ മനസ്സാ വാച, കർമ്മം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ തെറ്റായൊരു ചിന്ത വച്ച് പുലർത്തുകയോ ആക്രമണവാസന വച്ച് പുലർത്തുകയോ ഉപദ്രവിക്കാൻ ഇഷ്ടപ്പെടുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാത്തത്, ബ്രഹ്മസമ്പദ്യതേ തഥാ, ആ ആള് ആ ഒരു മാനസികാവസ്ഥയിൽ, ആരെയും ദ്വേഷിക്കാത്ത ആ ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചേർന്നയാൾ ബ്രഹ്മജ്ഞാനത്തെ നേടുന്നു എന്ന് അല്ലയോ ബ്രഹ്മർഷേ അങ്ങ് അറിഞ്ഞുകൊള്ളണം. യഥാ ശ്രാവ്യേച്ച ദൃശ്യേച്ച സർവഭൂതേഷു ചാപ്യയം സമോഭവതി നിർദ്വന്ദ്വോ. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വസ്തുക്കളെ കാണുന്നു, കണ്ണുകൊണ്ട് കാണുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, മൂക്കുകൊണ്ട് മണത്തറിയുന്നു, നാവ് കൊണ്ട് രുചിച്ചറിയുന്നു, ത്വക്കുകൊണ്ട് തൊട്ടറിയുന്നു. ഇങ്ങനെ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ദർശനവും അനുഭവമൊക്കെ നമ്മൾ നേടുന്നുണ്ട്. ഇതിൽ ചില ദർശനാനുഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അത് വീണ്ടും വേണം, അത് നേടണം എന്നുള്ളതായ ആഗ്രഹം, ആ ദർശനാദി അനുഭവങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ടാകും. ചിലത് അനിഷ്ടകാരിയായിരിക്കും. അതിനെല്ലാം ഒഴിവാക്കണമെന്നോ അതിനെയൊക്കെ തകർക്കണമെന്നോ എന്നുള്ള തോന്നലും മനുഷ്യരുടെ ഉള്ളിലുണ്ടാകും. പക്ഷേ എപ്പോഴാണോ ഒരാളുടെ മനസ്സിൽ കണ്ണുകൊണ്ട് കാണപ്പെടുന്നതായ വസ്തുക്കളിൽ, അത് ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ, ഒരു പ്രകാരത്തിലും അമിതമായിട്ടുള്ള ആഗ്രഹമോ അമിതമായിട്ടുള്ള വിരോധമോ വരാതിരിക്കുന്നത്, ചില വസ്തുക്കളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു, ചില വസ്തുക്കളെ വെറുക്കുന്നു, അങ്ങനെയൊന്നും വരാതെ ഏത് വസ്തുവിനെയും, കണ്ണുകൊണ്ട് കാണപ്പെടുന്ന ഏതിനെയും, ജീവനുള്ളതായാലും ഇല്ലാത്തതായാലും ആരാണോ തുല്യമായി കാണുന്നത്, ആയിരക്കണക്കിന് പദാർത്ഥങ്ങളെയും വ്യക്തികളെയും ജീവരാശിയെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും എല്ലാവരെയും ഒരേപോലെ കാണുന്നു. ഇവൻ എൻ്റെ ബന്ധു, ഇവൻ എൻ്റെ മിത്രം, ഇവൻ എൻ്റെ ശത്രു, അങ്ങനെയുള്ള വിചാരങ്ങളൊന്നുമില്ല. ആ ആളിൻ്റെ അല്ലെങ്കിൽ ആ ജീവിയുടെ ഇങ്ങോട്ടുള്ളതായ പ്രവൃത്തി ഏത് പ്രകാരത്തിലായിരുന്നാലും എല്ലാവരെയും ശത്രുവെന്നോ മിത്രമെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ തുല്യമായി കാണുന്ന ആ ഒരു മാനസികാവസ്ഥ, അതാണ് സമോ ഭവതി, എല്ലാവരും അയാൾക്ക് തുല്യൻ. നിർദ്വന്ദ്വ, ആ അവസ്ഥയിൽ അയാൾ ദ്വന്ദ്വങ്ങളില്ലാത്തവനായിത്തീരുന്നു. എന്താ ദ്വന്ദ്വങ്ങൾ? വിരുദ്ധമായ ഇരട്ടകൾ, വിരുദ്ധമായ ജോഡികൾ. സുഖം ദുഃഖം, അത് ദ്വന്ദ്വമാണ്, പരസ്പര വിരോധിയാണ്. ലാഭം നഷ്ടം, ഇങ്ങനെ സുഖദുഃഖാദികളായ ദ്വന്ദ്വങ്ങൾ, ലാഭനഷ്ടാദികളായ ദ്വന്ദ്വങ്ങൾ,
ഇല്ലാത്തവനായിത്തീരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ലാഭമുണ്ടായാലും സന്തോഷം, ദുഃഖമുണ്ടായാലും നഷ്ടമുണ്ടായാലും സന്തോഷം, രണ്ടും ഒരുപോലെ തന്നെ. ലാഭത്തോട് പ്രത്യേക ഇഷ്ടമോ നഷ്ടത്തോട് പ്രത്യേക വിരോധമോ ഒന്നുമില്ല. അങ്ങനെ രണ്ടിനെയും തുല്യമായി കാണുന്നു. സുഖത്തെയും ദുഃഖത്തെയും തുല്യമായി കാണുന്നു. മനസ്സിൻ്റെ ആ സന്തുലിതാവസ്ഥ. അതുകൊണ്ട് ആരും ശത്രുവായിട്ടില്ല, ആരും മിത്രമായിട്ടുമില്ല. അവരൊക്കെ അജാത ശത്രുക്കളാണ്. ശത്രുവായിട്ട് ആരും ഇല്ലാത്ത ആളുകളാണ്. ആ അവസ്ഥയിൽ ആരാണോ എത്തിച്ചേരുന്നത് ആ ആളിന് അപ്പോൾ ആ അവസ്ഥയിൽ ബ്രഹ്മാനുഭവം, അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായ അനുഭവം കൈവരുന്നു. അതിനുള്ള യോഗ്യത അവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. യഥാ സ്തുതിം ച നിന്ദാം ച സമത്വേനൈവ പശ്യതി. എപ്പോഴാണോ ഒരാൾ വേറൊരാൾ സ്തുതിച്ചാലും അതല്ലെങ്കിൽ വേറൊരാൾ നിന്ദിച്ചാലും രണ്ടിനെയും ഒരുപോലെ സമത്വത്തിൽ കാണുന്നത്. സ്തുതി പോലെ തന്നെ നിന്ദയും. നിന്ദിച്ചാലും സന്തോഷം, സ്തുതിച്ചാലും സന്തോഷം. അങ്ങനെ സ്തുതിയെയും നിന്ദയെയും എപ്പോഴാണോ തുല്യമായി കാണുന്നത്, ഇരുമ്പിനെയും സ്വർണത്തെയും എപ്പോഴാണോ തുല്യമായി കാണുന്നത്, സുഖം ദുഃഖം തഥൈവ ച, സുഖത്തെയും ദുഃഖത്തെയും തുല്യമായി കാണുന്നത്, ശീതമുഷ്ണം തണുപ്പിനെയും ചൂടിനെയും തുല്യമായി കാണുന്നത്, അർത്ഥത്തെയും അനർത്ഥത്തെയും എപ്പോഴാണോ തുല്യമായി കാണുന്നത്, പ്രിയത്തെയും അപ്രിയത്തെയും ഇഷ്ടപ്പെട്ടതിനെയും ഇഷ്ടപ്പെടാത്തതിനെയും എപ്പോഴാണോ ഒരാൾ തുല്യമായി കാണുന്നത്, ജീവിതത്തെയും മരണത്തെയും, ജീവിതം മരണം ചെയ്യുക, ജീവിതത്തെയും മരണത്തെയും എപ്പോഴാണോ ഒരാൾക്ക് തുല്യമായി കാണാൻ കഴിയുന്നത്, ബ്രഹ്മസമ്പദ്യതേ തഥാ, അപ്പോൾ അയാൾ ബ്രഹ്മാനുഭവത്തെ നേടുന്നു. ആ ആളിനെ സംബന്ധിച്ചിടത്തോളം, ബ്രഹ്മാനുഭവത്തിലെത്തിയ ആളിനെ സംബന്ധിച്ചിടത്തോളം മരണവും ജീവിതവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എന്താ കാരണം? മരണം എനിക്കില്ല എന്ന് അനുഭവിച്ചറിഞ്ഞയാളാണ്. അങ്ങനെയുള്ളയാളിന് ആ മരണത്തിൽ നിന്ന് ഭിന്നമായിട്ട് ജീവിതം എന്നുള്ളതൊന്നുമില്ല. ജനനത്തിനും മരണത്തിനും അപ്പുറത്ത് ജനിമൃതികളില്ലാത്തതായ ശുദ്ധ ബ്രഹ്മതലത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇരുട്ടുകൊണ്ട് നിറഞ്ഞതായ ഒരു മുറിക്കകത്ത് ഒരു വിളക്ക് കൊളുത്തി വെച്ചാൽ മതി, ഇരുട്ട് മുഴുവൻ ആ നിമിഷം അവിടെ നിന്നിട്ട് ദൂരേക്ക് കടന്നു പോകും. അതേപോലെ തഥാ ബ്രഹ്മപ്രദീപേന ശക്യ ആത്മാനിരീക്ഷിതും. അതേ പ്രകാരത്തിൽ മുറിയിലെ ഇരുട്ട് മാറ്റാൻ വിളക്ക് കൊളുത്തി വെച്ചതുപോലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ബ്രഹ്മാനുഭവമാകുന്ന ആ ദീപത്തെ, അനന്തകോടി സൂര്യന്മാരുടെ പ്രഭയുള്ളതായ ദീപമാണ്, അതിനെ കൊളുത്തി വെച്ചാൽ മതി. എങ്കിൽ ആത്മാവിനെ, സച്ചിദാനന്ദത്തെ താൻ തന്നെയായിട്ട് പ്രത്യക്ഷമായിട്ട് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയും. ഇതാണ് മോക്ഷത്തിൻ്റേതായിട്ടുള്ള കർമ്മപദ്ധതി. ജനിമൃതികൾക്കപ്പുറത്ത് ഏതൊരു വ്യക്തിയും എത്തിക്കുന്ന കർമ്മപദ്ധതി ഇതാണ്, ജ്ഞാനപദ്ധതി ഇതാണ്. മോക്ഷധർമ്മം അന്വേഷിച്ചാണല്ലോ ശുകബ്രഹ്മർഷി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ശുകബ്രഹ്മർഷി ആ തലത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഉപദേശം കൂടിയായി കഴിഞ്ഞപ്പോഴേക്കും, കാരണം അവിടെ എത്താനുള്ള യോഗ്യത അദ്ദേഹം നേരത്തെ കൈവരിച്ചിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ ഗുരുനാഥൻ തൻ്റെ ശിഷ്യൻ എവിടെ നിൽക്കുന്നു എന്ന് അറിഞ്ഞയാളാണ് ഗുരുനാഥൻ. അദ്ദേഹം പറയും, ഏതത് സർവം ച പശ്യാമി ത്വയി ബുദ്ധിമതാം വര. ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ വച്ചിട്ട് വളരെ സമർത്ഥനായിരിക്കുന്ന അല്ലയോ ബ്രഹ്മർഷേ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങയിൽ തികഞ്ഞിരിക്കുന്നതായിട്ട് ഞാൻ ഇതാ മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണോ അങ്ങേക്ക് അറിയേണ്ടിയിരുന്നത് അതെല്ലാം അങ്ങ് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങേക്ക് ഇനി പുതുതായിട്ട് അറിയാനായിട്ട് യാതൊന്നും അവശേഷിച്ചിട്ടില്ല. ബ്രഹ്മർഷേ വിദിതശ്ചാസി വിഷയാന്തമുപാഗത. അങ്ങ് ഈ ജനിമൃതി പരമ്പരയുടെ മറുകരയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാനിതാ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങ് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? ആരുടെ സാമർഥ്യത്താൽ? ഗുരോസ്തവ പ്രസാദേന, അങ്ങയുടെ ഗുരുവായിരിക്കുന്ന വ്യാസഭഗവാന്റെ പ്രസാദത്താൽ. വ്യാസഭഗവാനാണ് അങ്ങയുടെ ഗുരു.
അദ്ദേഹത്തിൻ്റെ കാരുണ്യാതിരേകത്താൽ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ അങ്ങ് വേണ്ടുന്ന പ്രകാരത്തിൽ വിധിപ്രകാരം അഭ്യസിക്കുകയാൽ അത് പരിശീലിക്കുകയും ചെയ്തതിനാൽ, അല്ലയോ ശുഖബ്രഹ്മർഷേ, അങ്ങ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭൗതികമായിരിക്കുന്ന വാസനാമയമായിരിക്കുന്ന സകല കെട്ടുപാടുകളെയും അങ്ങ് അതിലംഘിച്ച് കഴിഞ്ഞിരിക്കുന്നു. അങ്ങ് ശരീരത്തോടും ധരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുന്ന ഈ അവസ്ഥയിൽ തന്നെ അങ്ങ് മുക്തനായി കഴിഞ്ഞിരിക്കുന്നു. ആ വ്യാസഭഗവാന്റെ മഹത്വം അത് പരിധിയില്ലാത്തതാണ്. അനുഭവത്തെ ഈ മഹാരാജാവ് ബ്രഹ്മർഷിയെ കേൾപ്പിക്കുകയാണ്. തസ്സൈവ പ്രസാദേന പ്രാദുർഭൂതം മഹാമുനെ ജ്ഞാനം ദിവ്യം മമാപീതം. എനിക്കും ഈ ദിവ്യമായ ബ്രഹ്മജ്ഞാനം നേരത്തെ തന്നെ കൈവന്നു. അത് എന്തുകൊണ്ടെന്നറിയോ? തസ്യാബീജപ്രസാദേന, അദ്ദേഹത്തിൻ്റെ വ്യാസഭഗവാന്റെ അനുഗ്രഹത്താൽ. വ്യാസനാണ് എൻ്റെ ഗുരു. ആ ഗുരുനാഥൻ്റെ അനുഗ്രഹത്താൽ എനിക്കും ബ്രഹ്മസാക്ഷാത്കാരം നേരത്തെ കൈവന്നിരിക്കുന്നു. അങ്ങും ഇതാ ബ്രഹ്മസാക്ഷാത്കാരം നേടിയിരിക്കുന്നു വ്യാസഭഗവാന്റെ അനുഗ്രഹത്താൽ. വ്യാസൻ്റെ മഹത്വം നമ്മൾ ഇവിടെ നേരിട്ടറിയുന്നു എന്ന് മാത്രമല്ല, ഈ മഹാരാജാവിൻ്റെ മഹത്വവും അറിയുന്നു. ശുഖബ്രഹ്മർഷിയെ മഹാരാജാവിൻ്റെ സമീപത്തേക്ക്, മിഥിലാധിപനായിരിക്കുന്ന ജനകൻ്റെ സമീപത്തേക്ക് പറഞ്ഞയച്ചത് വ്യാസനാണ്. മോക്ഷശാസ്ത്രത്തിൽ പൂർണ്ണമായിട്ടുള്ള അവഗാഹം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മിഥിലയിൽ പോയിട്ട് മഹാരാജാവിനെ കാണുക. അദ്ദേഹം പ്രവൃത്തിയും നിവൃത്തിയുമെല്ലാം ഭംഗിയായി പഠിപ്പിച്ചു തരാൻ യോഗ്യനാണ്, എനിക്ക് പോലും ആദരണീയനാണ് എന്നാണ് വ്യാസൻ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞയച്ചു. ഇവിടെ വന്ന് ആ മോക്ഷശാസ്ത്രം അനുഭൂതിയാക്കി മാറ്റി ഇതാ ശുഖബ്രഹ്മർഷി. അതിന് വേണ്ടുന്നതായ ശക്തി പകർന്നു കൊടുത്തത്, ജ്ഞാനം പകർന്നു കൊടുത്തത് ഈ മഹാരാജാവ്. എന്നിട്ട് അദ്ദേഹം എന്താ പറയണേ? എനിക്കിത് ലഭിച്ചത് വ്യാസഭഗവാന്റെ അനുഗ്രഹത്താലാണ്. അങ്ങ് ഇതാ ഈ പ്രാപഞ്ചികമായ ബന്ധനങ്ങളുടെ അപ്പുറത്ത് പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങ് ജീവൻ മുക്തനായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങ് ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ജനകൻ ഈ ബ്രഹ്മർഷിയോട്, ശുകനോട് പറയാണ്, ആരുടെ അനുഗ്രഹത്താൽ? നമ്മൾ ഈ കഥ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് വ്യാസൻ ഇങ്ങോട്ട് ശുഖബ്രഹ്മർഷിയെ പഠിക്കാൻ പറഞ്ഞയച്ചു, അങ്ങനെ രാജാവ് പഠിപ്പിച്ചു, അങ്ങനെ രാജാവിൻ്റെ അനുഗ്രഹത്താൽ ശുഖബ്രഹ്മർഷി ആ ആത്മസാക്ഷാത്കാരത്തിലെത്തി എന്നാണ് പെട്ടെന്ന് മനസ്സിലാക്കുക. നോക്കിക്കോണം, രാജാവ് പറയുന്നു വ്യാസൻ്റെ അനുഗ്രഹത്താൽ. എനിക്ക് ഈ വിദ്യ ലഭിച്ചത് വ്യാസൻ്റെ അനുഗ്രഹത്താലാണ്. അല്ലയോ ശുഖബ്രഹ്മർഷേ, അങ്ങയ്ക്ക് ഇതാ ആ ആത്മസാക്ഷാത്കാരം കൈവന്നു കഴിഞ്ഞിരിക്കുന്നു. അത് വ്യാസൻ്റെ അനുഗ്രഹത്താലാണ്. വ്യാസൻ എനിക്ക് ആദരണീയനാണ്. എപ്പോഴാണോ അധ്യാത്മ സാക്ഷാത്കാരം കൈവരുന്നത്, അവിടെ ഗുരുവും ശിഷ്യനും രണ്ടല്ല. കാരണം അധ്യാത്മ സാക്ഷാത്കാരം എന്തിൻ്റെ സാക്ഷാത്കാരമാണ്? പരമാത്മാവിൻ്റെ സാക്ഷാത്കാരമാണ്. ബ്രഹ്മം ഒന്നേ ഉള്ളൂ, രണ്ടില്ല, മൂന്നില്ല, നാലില്ല, പത്തില്ല, 10,000 ബ്രഹ്മം ഒന്നേ ഉള്ളൂ. എപ്പോഴാണോ ഗുരു തൻ്റെ ശിഷ്യനെ ക്രമേണ കൈപിടിച്ചുയർത്തി ആ അധ്യാത്മബദ്ധാവിലൂടെ നടത്തി ആ മോക്ഷത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നത്, അപ്പോൾ പിന്നെ ഗുരുവും ശിഷ്യനും രണ്ടില്ല. ഗുരു ഗുരുവുമല്ല, ശിഷ്യൻ ശിഷ്യനുമല്ല. ആ അവസ്ഥയിൽ ശരീരത്തോടുകൂടി നിൽക്കുന്ന ഗുരു പറയും, അതാര് തന്നെയായാലും ആ ഗുരു പറയും, ഇത് ഈ അനുഗ്രഹം എൻ്റെ മികവ് കൊണ്ടല്ല, എൻ്റെ ഗുരുനാഥൻ്റെ മികവ് കൊണ്ടാണ് എന്ന്.